ഓരോ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് ഉണരുകയാണോ അതോ പഴയ തിരക്കുകളിലേക്ക് തിരിച്ചു പോകുകയാണോ? നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും ശരിക്കും ജീവിക്കുന്നുണ്ടോ? നമ്മുടെ ചിരി യഥാർത്ഥമാണോ അതോ മറ്റുള്ളവരെ കാണിക്കാനുള്ള വെറും മുഖംമൂടി മാത്രമാണോ? മനുഷ്യൻ എല്ലാ ദിവസവും ജീവിക്കുന്നു, ഓരോ നിമിഷവും ശ്വാസമെടുക്കുന്നു, എപ്പോഴും എന്തെങ്കിലും തിരക്കുകളിലായിരിക്കും. പക്ഷെ അവന്റെ മനസ്സിനെ വിട്ടുപോകാത്ത ഒരു ചോദ്യമുണ്ട്: ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷവാനല്ലാത്തത്? നിങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലോ. മൊബൈലിൽ ലോകം മുഴുവനുമുണ്ട്. പോക്കറ്റിൽ നമുക്ക് ഇന്റർനെറ്റും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും മനസ്സൊഴിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പുഞ്ചിരി ആത്മാർത്ഥമല്ലാത്തതും ഓരോ ചുവട് വെക്കുമ്പോഴും മനസ്സ് തളരുന്നതും എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം വേദന തങ്ങി നിൽക്കുന്നതായി തോന്നാറില്ലേ? അത് കാണാനോ മായ്ക്കാനോ കഴിയില്ല. ഒരുപക്ഷെ അത് നമ്മൾ പൂർത്തിയാക്കാത്ത ഒരു ആഗ്രഹമാകാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷമാകാം. ആ സന്തോഷം എവിടെ പോയി എന്നതല്ല പ്രധാന ചോദ്യം. നമ്മൾ അതിനുവേണ്ടി ശരിക്കും ശ്രമിച്ചിട്ടുണ്ടോ അതോ മറ്റുള്ളവരുടെ വഴിയിലൂടെ വെറുതെ പോവുകയായിരുന്നോ? വിജയിച്ചാൽ സന്തോഷം വരുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. നമ്മൾ അത് വിശ്വസിച്ച് മുന്നോട്ടു പോയപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു. എല്ലാ വർഷവും നമ്മുടെ ജന്മദിനം വരുമ്പോൾ കേക്ക് മുറിച്ച് ആളുകൾക്ക് ആശംസകൾ നേരുന്നു. പക്ഷേ നമ്മുടെ മനസ്സ് ഉള്ളിൽ ചോദിക്കുന്നുണ്ടാകാം: ഈ വർഷം ഒരു നിമിഷമെങ്കിലും ഞാൻ ശരിക്കും സന്തോഷിച്ചോ? ആ ചോദ്യത്തിന് ഒരു മറുപടിയും കിട്ടില്ല, നിശബ്ദത മാത്രം. ഇന്നത്തെ ഈ വീഡിയോ വെറും ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. ഇതൊരു കണ്ണാടിയാണ്, ഒരു ചോദ്യമാണ്, ഒരുപക്ഷെ ഒരു ഉത്തരവും. പക്ഷേ ആ ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങൾ മറന്നുപോയ ചിരിയിൽ സ്വയം കണ്ടെത്തണം. നമ്മൾ സംസാരിക്കുന്നത് വെറും ചിരിക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ചല്ല. ഓരോരുത്തരുടെയും ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന, ഉണരാൻ കാത്തിരിക്കുന്ന യഥാർത്ഥ സന്തോഷത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും സ്വയം കണ്ണാടിയിൽ നോക്കി ചോദിച്ചാൽ: ഞാനിപ്പോൾ ശരിക്കും സന്തോഷത്തിലാണോ? എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സന്തോഷത്തോടെ ജീവിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പതിയെ പതിയെ നമ്മളെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്നു. നമ്മുടെ ചിരി നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്നു. അതാണ് താരതമ്യം. താരതമ്യം ഒരു കെണിയാണ്. അതിൽ വീണു പോകുമ്പോൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളായ മനസ്സമാധാനം, വ്യക്തിത്വം, സന്തോഷം എന്നിവ നഷ്ടപ്പെടുന്നു. എല്ലാ ദിവസവും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ, നിങ്ങളുടെ പഴയ കൂട്ടുകാരന്റെ പുതിയ കാർ കാണുമ്പോൾ, ഒരു സഹപാഠിയുടെ കല്യാണ ഫോട്ടോ കാണുമ്പോൾ, അല്ലെങ്കിൽ അപരിചിതനായ ഒരാളുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വരും: അവന്റെ ജീവിതം എന്നേക്കാൾ മെച്ചപ്പെട്ടതാണ്. അവിടെ നിന്നാണ് നമ്മുടെ മനസ്സിൽ അസൂയയും അസംതൃപ്തിയും നിറയുന്നത്. ഇത് പതിയെ പതിയെ നമ്മുടെ സ്വഭാവത്തെ നശിപ്പിക്കാൻ തുടങ്ങും. മറ്റൊരാൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു, കൂടുതൽ സൗന്ദര്യമുണ്ട്, കൂടുതൽ സന്തോഷിക്കുന്നു. നമ്മൾ എപ്പോഴും അവരെ നമ്മളുമായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒന്നാലോചിച്ചു നോക്കൂ, മാങ്ങ തരുന്ന മാവിനെ തേങ്ങ തരുന്ന തെങ്ങിനോട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതം വേറിട്ട ഒന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യാതെ ഇന്നലത്തെ നിങ്ങളെ ഇന്നത്തെ നിങ്ങളുമായി താരതമ്യം ചെയ്യുക. നിങ്ങളുടെ യാത്ര ആസ്വദിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ ജീവിതത്തിലല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളും പോരാട്ടങ്ങളും വ്യത്യസ്തമാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങളൊരു പ്രത്യേക വ്യക്തിയാണ്. പക്ഷെ മറ്റുള്ളവരുടെ ചിത്രങ്ങളും വിജയങ്ങളും കാണുമ്പോൾ നമ്മൾ അതിനെ നമ്മുടെ തോൽവിയായി കാണുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ അംഗീകരിക്കാൻ പഠിപ്പിക്കുന്ന ശബ്ദം ഇല്ലാതാകുന്നു. നമ്മൾ എന്തെല്ലാം നേടി, എന്തിനെയെല്ലാം അതിജീവിച്ചു, എന്തെല്ലാം ഉണ്ടാക്കി എന്ന് താരതമ്യം നമ്മളോട് പറയില്ല. പകരം മറ്റൊരാൾക്ക് എന്താണുള്ളതെന്നും നമുക്ക് എന്താണ് ഇല്ലാത്തതെന്നും അത് കാണിച്ചു തരും. അങ്ങനെ നമ്മൾ ദിവസവും സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും: ഞാൻ അത്ര നല്ലവനല്ല, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ ജീവിതം മോശമാണ്. പക്ഷെ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ, ഇതൊക്കെ പറയുന്നത് ആരാണ്? മറ്റുള്ളവരല്ല, നമ്മൾ തന്നെയാണ്. ഒരു വ്യക്തിക്ക് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അയാൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ അവിടെ നിഴലുകൾ മാത്രമേ കാണൂ, വെളിച്ചം കാണില്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് വിഷമിക്കുമ്പോൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ സത്യങ്ങൾ മറച്ചുവെച്ച് മറ്റൊരാളുടെ വ്യാജ ജീവിതം നമ്മുടേതാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ കാണാത്തതും ജീവിക്കാത്തതും മനസ്സിലാക്കാത്തതുമായ ഒരു ജീവിതം.
കാരണം നമ്മൾ കാണുന്ന ചിത്രങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമാവില്ല. യഥാർത്ഥ ജീവിതം പലപ്പോഴും ചിത്രങ്ങളിൽ കാണാറുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മളോട് തന്നെ ബന്ധം സ്ഥാപിക്കുക. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളോട് തന്നെ സംസാരിക്കാറുള്ളത്? എപ്പോഴാണ് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെയും ശിക്ഷിക്കാതെയും സ്വീകരിക്കാറുള്ളത്? ഞാൻ ആരാണ്? എനിക്കെന്താണ് ഇഷ്ടം? ഈ ലോകത്ത് എനിക്കെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ എല്ലാവരുമായി സംസാരിക്കും, കൂട്ടുകാരുമായും ബന്ധുക്കളുമായും അപരിചിതരുമായും പോലും. പക്ഷെ നമ്മളോട് തന്നെ സംസാരിക്കാൻ മറന്നുപോകും. സ്വയം മനസ്സിലാക്കാൻ പഠിക്കാത്ത ഒരാൾക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. കാരണം യഥാർത്ഥ സന്തോഷം എല്ലാം നല്ലതായി തോന്നുന്നിടത്തല്ല, മറിച്ച് എല്ലാം സത്യമായിരിക്കുന്നിടത്താണ്. നിങ്ങളുടെ ഭയം, അരക്ഷിതാവസ്ഥ, ദൗർബല്യങ്ങൾ, നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്നിവ മനസ്സിലാക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. നിങ്ങൾ നിങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം മതിയായ ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരാൾക്ക് വേണ്ട രീതിയിൽ മാറേണ്ടതില്ല, മറ്റൊരാളെപ്പോലെ ആകേണ്ടതില്ല. നിങ്ങൾ മറ്റാരുടെയും വഴികളിലൂടെ സഞ്ചരിക്കാതെ നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന വഴിയിലൂടെ മാത്രം മുന്നോട്ടു പോകുക. സ്വയം ബന്ധപ്പെടുക എന്നാൽ നമ്മളോട് സത്യസന്ധരായിരിക്കുക എന്നാണ്. എല്ലാ രീതിയിലും നമ്മളെ തന്നെ അംഗീകരിക്കുക എന്നും ഞാൻ അപൂർണനല്ല, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നുമാണ് അതിനർത്ഥം. സ്വയം മനസ്സിലാക്കുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല, അതൊരു യാത്രയാണ്. ആ യാത്രയിൽ പലപ്പോഴും നമ്മൾ വീണു പോയേക്കാം, കരഞ്ഞേക്കാം. അപ്പോഴെല്ലാം സ്വയം എഴുന്നേൽപ്പിച്ച് വീണ്ടും മുന്നോട്ടു പോകണം. ഈ യാത്ര തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചം വരും. ആ വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടാതെ നമ്മുടെ സ്വന്തം ജീവിതം മനോഹരമാക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് അവൻ എന്നേക്കാൾ മികച്ചവനാണ് എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി നൽകുക: ഒരുപക്ഷെ ഞാൻ എന്നെക്കുറിച്ച് സന്തോഷവാനാണ്, എനിക്കത് മതി. സന്തോഷം എന്നത് വലിയ കാര്യങ്ങളിലാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഒരു വലിയ ജോലി, വില കൂടിയ കാർ, ആഡംബര വീട്, അല്ലെങ്കിൽ ലോകം ചുറ്റാനുള്ള അവസരം, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ സന്തോഷം ലഭിക്കൂ എന്ന് ആളുകൾ കരുതുന്നു. പക്ഷേ ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ. നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവികൾക്ക് കേൾക്കാൻ കഴിയുന്നു, കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നു, ഹൃദയം മിടിക്കുന്നുണ്ട്. ഇതല്ലേ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ അത്ഭുതം, യഥാർത്ഥ ജീവിതം? നിർഭാഗ്യവശാൽ ഈ ചെറിയ കാര്യങ്ങളെ നമ്മൾ സാധാരണമായി കാണുന്നു. നമ്മൾ സൂര്യപ്രകാശം കാണാറുണ്ട്, പക്ഷേ അത് ശരിക്കും അനുഭവിക്കാറുണ്ടോ? ചായ കുടിക്കുമ്പോൾ അതിന്റെ ചൂട് പൂർണ്ണമായി ആസ്വദിക്കാറുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചിരി കാണുന്നു, പക്ഷേ അതിന്റെ യഥാർത്ഥ സന്തോഷം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ എപ്പോഴും അടുത്ത ലക്ഷ്യങ്ങളും സന്തോഷവും തേടി ഓടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല നിമിഷങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് പണവും കാറും വലിയ വീടുമൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിൽ സന്തോഷമില്ലെന്ന്. ഞാൻ അയാളോട് ചോദിച്ചു, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോടൊപ്പം എത്ര നേരം കളിച്ചു? സൂര്യാസ്തമയം എത്ര നേരം കണ്ടു? മൊബൈൽ ഉപയോഗിക്കാതെ എത്ര നേരം മാതാപിതാക്കളോടൊപ്പം ഇരുന്നു? അയാൾക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം അയാൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മറന്നുപോയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങളിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യമുള്ളത്. രാവിലത്തെ തണുത്ത കാറ്റ്, അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, കൂട്ടുകാരുടെ ചിരി, മഴ പെയ്യുമ്പോൾ ജനലിലൂടെ കാണുന്ന കാഴ്ച, പഴയ ഓർമ്മകൾ, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്, ഇതെല്ലാം സാധാരണമായി തോന്നാം. എന്നാൽ ഒരു ദിവസം ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഈ നിമിഷങ്ങളിലായിരുന്നു യഥാർത്ഥ ജീവിതവും സന്തോഷവും ഉണ്ടായിരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയും. ഒരു ICUവിൽ കിടക്കുന്ന ഒരാൾ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഒരു ശ്വാസം കൂടി എടുക്കാൻ, ഒരു പ്രഭാതം കൂടി കാണാൻ, സൂര്യനെ ഒരിക്കൽ കൂടി കാണാൻ, അമ്മയുടെ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാൻ, അല്പനേരം കൂടി ജീവിക്കാൻ. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടായിട്ടും നമ്മൾ അവയെ അവഗണിച്ച് വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നു. ഈ ചെറിയ നിമിഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം എന്തായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴും ഓർക്കുക, എല്ലാ ദിവസവും ജീവിതം നമുക്ക് ആയിരക്കണക്കിന് ചെറിയ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അതിലൊരുപാട് സമാധാനവും സന്തോഷവുമുണ്ട്. ഒരു നിമിഷം നിങ്ങൾ നിർത്തി അത് ശ്രദ്ധിച്ചാൽ എന്താണ് യഥാർത്ഥ ജീവിതം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് നിങ്ങൾ എത്ര തവണ വെറുതെ ചിരിച്ചു? നിങ്ങളുടെ മനസ്സിനോട് എത്ര തവണ ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു? എത്ര തവണ നിങ്ങളുടെ ശ്വാസമെടുപ്പ് ശ്രദ്ധിച്ചു? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യൂ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കൈപ്പത്തികളിലേക്ക് നോക്കുക, ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുക, കണ്ണടച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക. ഈ നിമിഷം നിങ്ങളുടേതാണ്. ഇതാണ് ജീവിതം, ഇതാണ് യഥാർത്ഥ സന്തോഷം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സമയം വരും, അപ്പോൾ നമ്മൾ പറയും, എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? എന്നാൽ
കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സാധാരണമാണെന്ന് കരുതി അവഗണിച്ച നിമിഷങ്ങളായിരുന്നു ഏറ്റവും വിലയേറിയതെന്ന് മനസ്സിലാകും. സത്യം ഇതാണ്, ഇന്ന് നമുക്ക് സാധാരണമായി തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഒരു സ്വപ്നമായിരിക്കും. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, നടക്കാൻ കാലുകളുണ്ട്, ചിന്തിക്കാൻ മനസ്സുണ്ട്, സംസാരിക്കാൻ നാവുണ്ട്, ഏറ്റവും പ്രധാനമായി ജീവിക്കാൻ ഒരു അവസരമുണ്ട്. എന്നാൽ മനുഷ്യന്റെ സ്വഭാവം ഇതാണ്, എല്ലാ ദിവസവും നമ്മുടെ കൂടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകാറില്ല. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈലിലെ നോട്ടിഫിക്കേഷൻസ് നോക്കുന്നതിന് മുൻപ് നമുക്ക് മറ്റൊരു ദിവസം കൂടി കിട്ടിയതിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. എന്റെ ജോലിയും ജീവിതവും ഒട്ടും ശരിയല്ല, എനിക്ക് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത് എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയതും മറ്റാർക്കും കിട്ടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയുടെ ശബ്ദം, അച്ഛന്റെ സ്നേഹമുള്ള നോട്ടം, നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ, നിങ്ങളുടെ സ്വന്തം മുറി, നിങ്ങളുടെ പേരറിയുന്ന ചായക്കടക്കാരൻ, അയൽക്കാരന്റെ പുഞ്ചിരി കാരണമില്ലാതെ വരുന്ന ഒരു ഫോൺ കോൾ. ഇതെല്ലാം സാധാരണമായി തോന്നാം. പക്ഷേ ഇവയെല്ലാം ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരുന്നു എന്ന്. നന്ദിയുള്ളവരായിരിക്കുക എന്നത് വെറും അഭിനയമല്ല, അതൊരു കാഴ്ചപ്പാടാണ്. ഒരു മരുഭൂമിയിൽ പോലും പൂക്കൾ കാണാൻ നമുക്ക് കരുത്ത് നൽകുന്ന ഒരു മനോഭാവം. മറ്റുള്ളവർക്ക് വിഷമവും വേദനയും മാത്രം കാണാൻ കഴിയുന്നിടത്ത് സന്തോഷം കണ്ടെത്താൻ ഇത് നമ്മളെ സഹായിക്കും. എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടെത്തി സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ എന്തിനാണ് നന്ദി പറയേണ്ടത്? അത് അമ്മയുണ്ടാക്കിയ കറിയോ, ഓഫീസിലേക്ക് പോകുമ്പോൾ കണ്ട സൂര്യനോ, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടിയ തണുത്ത കാറ്റോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുഞ്ചിരിയോ ആകാം. നിങ്ങളുടെ കയ്യിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലെ ശൂന്യത പതിയെ ഇല്ലാതാകും. കാരണം യഥാർത്ഥ സന്തോഷമില്ലാത്ത കാര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളതും നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതുമായ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. സന്തോഷം ഒരു മാന്ത്രിക വിദ്യയോ ലക്ഷ്യമോ അല്ല, അതൊരു കാഴ്ചപ്പാടാണ്. ഞാൻ എവിടെയാണോ, എന്താണോ, അതിൽ പോലും സന്തോഷിക്കാൻ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ചിന്ത. ഏത് സാഹചര്യത്തിലും എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഞാൻ അതിന് നന്ദിയുള്ളവനാണ് എന്ന് പറയാൻ കഴിയുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വ്യക്തി. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സമയം വരും, അപ്പോൾ നമ്മൾക്ക് തോന്നും ഞാൻ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ. അവിടെ നിന്നാണ് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നത്. ഇത് നമ്മുടെ ചിന്തകളെ മാത്രമല്ല, ഉള്ളിൽ വിഷം പോലെ നിറഞ്ഞ് നമ്മളെ തന്നെ വെറുക്കാൻ പഠിപ്പിക്കും. അത് പുറമേ കാണില്ല, പക്ഷേ ഉള്ളിൽ നിന്ന് നമ്മളെ ഇല്ലാതാക്കും. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്നത് നമ്മളെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ തെറ്റുകൾ ഓർത്ത് നമ്മൾ വർഷങ്ങളോളം നമ്മളെ തന്നെ വേദനിപ്പിക്കുന്നു. ശത്രുക്കളോട് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ നമ്മളോട് ചെയ്യുന്നത്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരിക്കലും വീഴാത്ത, ഒരിക്കലും തെറ്റുപറ്റാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും. നമ്മൾ മനുഷ്യരാകുമ്പോൾ വീഴുന്നതും വഴി തെറ്റിപ്പോകുന്നതും കരയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. തെറ്റുകൾ സംഭവിക്കുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കരയും, പേടിക്കും, പക്ഷെ അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും ചിരിച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങും. കാരണം അവർക്ക് സ്വയം ക്ഷമിക്കാൻ അറിയാം. എന്നാൽ നമ്മൾ വളരുമ്പോൾ തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം അനുഭവിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇത് കാരണം നമ്മൾ നമ്മളോട് ക്ഷമിക്കാൻ മറന്നുപോകുന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളേക്കാൾ വലുതാണ്. നിങ്ങൾ തെറ്റ് ചെയ്ത ഒരു വ്യക്തി മാത്രമല്ല, അതിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും എഴുന്നേൽക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ സ്വയം പറയേണ്ടത് ഇതാണ്: അതെ, എനിക്ക് തെറ്റുപറ്റി, പക്ഷെ ഞാനൊരു മോശം വ്യക്തിയല്ല. സ്വയം സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുക, അതിൽ നിന്ന് പഠിക്കുക, എന്നിട്ട് നിങ്ങളെ തന്നെ ചേർത്ത് പിടിക്കുക എന്നാണ്. മറ്റുള്ളവർക്ക് നൽകുന്ന അതേ ക്ഷമ നിങ്ങൾക്ക് നൽകാനും അർഹതയുണ്ട്. നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാത്ത കാലത്തോളം സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ പുഞ്ചിരിക്ക് യഥാർത്ഥ സന്തോഷമുണ്ടാകില്ല. ഒരു ബന്ധത്തിനും ജോലിക്കും സന്തോഷത്തിനും നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കില്ല. സ്വയം സ്നേഹിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ആളാണെന്നല്ല, മറിച്ച് നിങ്ങളുടെ കുറവുകളെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുക എന്നാണ്. എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ അംഗീകാരമാണ്. നിങ്ങളുടെ വേദനകളെയും മുറിവുകളെയും പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ കഴിവുള്ളയാളാണെന്ന് മറ്റാരോടും തെളിയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ സ്വയം ചോദിക്കുക: മറ്റുള്ളവരോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എന്നോട് ഞാൻ എപ്പോഴാണ് ക്ഷമ ചോദിച്ചത്? മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിയിട്ടുണ്ട്,
പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴാണ് എന്നെ സ്നേഹിച്ചത്? നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് സ്വയം പറയുക, ഞാൻ ചെയ്ത കാര്യങ്ങൾ അന്നത്തെ എന്റെ അറിവിൽ ശരിയായിരുന്നു. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ അത് പഠിച്ചു മുന്നോട്ടു പോകുന്നു. ഇപ്പോൾ ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അത് നിങ്ങളുടെ ജീവിതകഥ മുഴുവനുമല്ല. മാറ്റങ്ങൾ വരുത്താനും പുതിയൊരു ജീവിതം തുടങ്ങാനുമുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങൾ വലിയ മനസ്സോടെ കൊടുക്കുന്ന അവസരം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പഠിക്കുക. സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് വളരെ ലളിതമായൊരു ഉത്തരമേയുള്ളൂ. മറ്റുള്ളവരുമായി സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴോ, കരയുന്ന ഒരാളെ ചിരിപ്പിക്കുമ്പോഴോ, വിഷമിച്ചിരിക്കുന്ന ഒരാളോട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോഴോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം പണം കൊടുത്താൽ കിട്ടുമോ? ഇല്ല. അത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ മറന്നുപോകുന്നു. എന്നാൽ ഇവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. നമ്മൾ മറ്റുള്ളവർക്കായി മനസ്സ് തുറക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ സഹായം മതി ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ. സത്യം പറയാൻ പേടിയുള്ള ഒരാൾക്ക് ധൈര്യം ലഭിക്കാം. ക്ഷീണിച്ചുപോയ ഒരാൾക്ക് വീണ്ടും എഴുന്നേൽക്കാനുള്ള പ്രചോദനം ലഭിക്കാം. എല്ലാത്തിനും ഉപരി ഒറ്റപ്പെട്ട ഒരു ഹൃദയത്തിന് ഈ ലോകത്ത് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കെങ്കിലും സഹായം നൽകാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കണമെന്ന് കരുതരുത്. സന്തോഷം പങ്കിടാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല മനസ്സും കേൾക്കാൻ തയ്യാറായ കാതുകളും ആത്മാർത്ഥമായ ഒരു പുഞ്ചിരിയും മാത്രമാണ്. ഒരു കുട്ടി മറ്റൊരു കുട്ടിക്ക് തന്റെ മിഠായി നൽകുമ്പോൾ അവന്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം ആ മിഠായിയേക്കാൾ മധുരമുള്ളതാണ്. ആ നിഷ്കളങ്കത, കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഹൃദയങ്ങൾ തമ്മിലുള്ള ആ ബന്ധം, അതാണ് യഥാർത്ഥ സന്തോഷം. ഇന്ന് നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ, എല്ലാം ഉണ്ടായിട്ടും മനസ്സിൽ ഒരു ശൂന്യതയുണ്ടെങ്കിൽ, ഒരു തവണയെങ്കിലും ആവശ്യമുള്ള ഒരാളെ സഹായിച്ചു നോക്കൂ. പ്രായമായ ഒരാളുടെ സുഖവിവരങ്ങൾ തിരക്കി നോക്കൂ. അപരിചിതനായ ഒരാളെ നോക്കി പുഞ്ചിരിക്കൂ. അല്ലെങ്കിൽ കാരണമില്ലാതെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയൂ. അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഭാരം കുറഞ്ഞതുപോലെ തോന്നും. ഉള്ളിൽ തണുത്തുറഞ്ഞ മഞ്ഞുരുകുന്നത് പോലെയും ആരോ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടതുപോലെയും ഇരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ സ്പർശിച്ചതുകൊണ്ടാണ്. സന്തോഷം ഒരു ബാങ്ക് ബാലൻസോ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സോ അല്ല. അത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് തടസ്സങ്ങളില്ലാതെ, നിബന്ധനകളില്ലാതെ, നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ട് മാത്രം കൈമാറുന്ന ഒരു വികാരമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സിന് ഭാരം തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ സാധനം മറ്റൊരാളുമായി പങ്കുവയ്ക്കൂ. ഒരു ചോക്ലേറ്റ്, ഒരു പഴയ പുസ്തകം, അല്ലെങ്കിൽ അല്പസമയം ഒരുമിച്ചിരിക്കാൻ അവസരം നൽകൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സും ഭാരം കുറഞ്ഞതായി തോന്നും. നിങ്ങളുടെ ഈ പ്രവൃത്തി മറ്റൊരാൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 5 വഴികൾ മനസ്സിലാക്കി. താരതമ്യം ഉപേക്ഷിച്ച് സ്വയം ബന്ധപ്പെടുക. ചെറിയ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങൾക്ക് ലഭിച്ചവയെ വിലമതിക്കുക. സ്വയം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടുക. ഈ 5 വഴികൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പിരിമുറുക്കങ്ങളെയും ഏകാന്തതയെയും പുറത്താക്കാൻ നിങ്ങളെ സഹായിക്കും. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കലയല്ല. അത് ദിവസേനയുള്ള ഒരു ശീലവും ഒരു കാഴ്ചപ്പാടും എല്ലാറ്റിനുമുപരിയായി ഒരു തീരുമാനവുമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കാൻ തീരുമാനിക്കുക. ഇനി മുതൽ നിങ്ങൾ നിങ്ങളോട് കർശനമായി പെരുമാറില്ല. ഈ തിരക്കിട്ട ലോകത്തിൽ നിങ്ങളുടെ മനസ്സിനെ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കില്ല. സാധാരണമായി തോന്നിയിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കും. ഇന്നലെ വേദന കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഇന്ന് നിങ്ങൾ സന്തോഷം കണ്ടെത്തും. ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമാണ്. നിങ്ങളുടെ മനസ്സിനോട് കൂട്ടുകൂടാനും നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടാനും സമയമായി. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും, ഇപ്പോൾ ഇത് ഏറ്റവും ആവശ്യമുള്ളവർക്കും പങ്കുവയ്ക്കുക. ഒരു കാര്യം ഓർക്കുക, സന്തോഷമായിരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കുറച്ചുകൂടി ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാൻ പഠിച്ചാൽ മതി.